الحمد لله العظيم القدرة والشان شديد البطش والبرهان صاحب الدين والقرآن بسم الله ما شاء الله كان فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إليك فأوصلنا رضاك يحفنا ونورك يهدينا شهود معيتي رذائلنا بدل بأسنى محاسني تطهرنا عن حظ غير وقدرتي أدم أزهرا بالفضل نحوك جاذبا تعاليت نثني الختم مع كل خيرتي صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة ബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാർ, ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമളാനു ശരീഫിൻ്റെ മഗ്ഫിറത്തിൻ്റെ പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മസ്ജിദിൽ അല്പസമയം ഇഅ്തികാഫിലിരുന്ന് അല്പം അറിവുകൾ പങ്കുവെച്ച് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു വലിയ ഹസനാത്തായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റമളാനു ശരീഫ് കൊണ്ട് നമ്മളൊക്കെ ലക്ഷ്യം വെക്കുന്നതും ആഗ്രഹിക്കുന്നതും പരിശ്രമിക്കുന്നതൊക്കെയും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയാണ്, അവനിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെ റബ്ബിൻ്റെ സാമീപ്യം കരസ്ഥമാക്കലുമാണ്. ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി, ഈ ഒരു ലക്ഷ്യത്തിന് ഒരു മുഅ്മിനിൻ കാര്യമായും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. ആത്മസംസ്കരണമാണ്, ഹൃദയവിശുദ്ധി കൈവരിക്കലാണ് വിശുദ്ധ റമളാനു ശരീഫ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. മലീമസമായ ചിന്തകളിൽ നിന്ന്, മറ്റു ദുർവിചാരങ്ങളിൽ നിന്ന് ഹൃദയത്തെ വിമലീകരിക്കുന്നവനാരോ, ഹൃദയത്തെ പരിശുദ്ധമാക്കിയവനാരോ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കുന്ന മുഅ്മിനീങ്ങൾ. അങ്ങനെ മനസ്സ് നല്ല പോലെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പാകപ്പെടുത്തിയെടുക്കാൻ ഒരു വിശ്വാസി പ്രധാനമായും സ്വീകരിക്കേണ്ട 2-3 മാർഗങ്ങളുണ്ട്, ചില പോംവഴികളുണ്ട്.
ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്കിറ എന്ന് പറയുന്ന വിശ്രുതമായ ഗ്രന്ഥത്തിൽ അത്തരത്തിലുള്ള 2-3 വഴികൾ, മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇഹപര വിജയം ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അവൻ്റെ ഹൃദയം ആദ്യമായി മോശമായ ചിന്തകളിൽ നിന്ന് അവൻ നന്നാക്കുകയും നല്ല ചിന്തകളുമായി, ശുഭചിന്തകളുമായി അവൻ ജീവിക്കുകയും വേണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ജനിച്ചു വീഴുന്ന സാമൂഹിക പരിസരത്തിൽ അവനെ അങ്ങേയറ്റം ശുദ്ധ പ്രകൃതനായിട്ടാണ് ജനിക്കുന്നത്. ഫിത്രത്തല്ലാഹില്ലതി ഫത്തറന്നാസ അലൈഹാ, അല്ലാഹു തആല വളരെ നല്ല ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിക്കുന്നത്. ആ ഒരു പരിസരത്തിൽ നിന്ന് അവൻ വളർന്നു വലുതാകുന്നതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ വന്നു ചേരുന്ന തിന്മകൾക്കനുസൃതമായി അവൻ്റെ ഹൃദയം കടുത്തുപോവുകയും കാലക്രമേണ അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പരിശുദ്ധ റമളാൻ പോലത്തെ നല്ല മുഹൂർത്തങ്ങൾ അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള അപരാധങ്ങളും പോരായ്മകളുമൊക്കെ മാച്ചു കളഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുവാനും കൂടുതൽ അവനിലേക്ക് അടുക്കാനും വേണ്ടിയാണ്. അതിനുള്ള പരിശ്രമമാണ് പരിശുദ്ധ റമളാൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി ഹൃദയം വിമലീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയവരാരോ അവർക്കുള്ളതാണ് അന്തിമ വിജയമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല ശുദ്ധ ഹൃദയവുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവരാരോ അവർക്കുള്ളതാണ് അന്തിമ വിജയം എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതേസമയം മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് അള്ളാഹു സൂറത്തുൽ ബഖറയിൽ ഒരിടത്ത് പറയുന്നത് കാണാം. ബനു ഇസ്രായേല്യരുടെ ചരിത്രങ്ങൾ പരാമർശിച്ച കൂട്ടത്തിൽ അള്ളാഹു അവരെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. നിങ്ങളുടെ ഹൃദയം ഒരുപാട് കടുത്തുപോയി. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഭൗതിക ലോകത്ത് തന്നെ നൽകിയവരായിരുന്നു ബനു ഇസ്രായേലുകൾ. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് അള്ളാഹു എണ്ണമറ്റ റഹ്മത്തുകളും അനുഗ്രഹങ്ങളും വർഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അവരെല്ലാം നിരാകരിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ എതിര് ചെയ്ത് ജീവിച്ചു കൊണ്ടിരുന്നു. ഇത്തരുണത്തിൽ അള്ളാഹു പറഞ്ഞു വെച്ചതാണ്, നിങ്ങളുടെ ഹൃദയം കടുത്തുപോയിട്ടുണ്ട്. ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. അത് കല്ലിനേക്കാൾ പരുപരുത്തു പോയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെന്ന് ബനു ഇസ്രായേലിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു വെച്ചു. എന്നിട്ട് അള്ളാഹു അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, ഫഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. നിശ്ചയമായും കല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് തെളിനീര് നിർഗളിച്ചുകൊണ്ട് വലിയ പുഴകളും ആറുകളും ഈ ഭൂമി ലോകത്ത് ഉണ്ടായിത്തീരുന്നുണ്ട്. വഇന്ന മിൻഹാ ലമാ യശഖഖു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ. ആ കല്ലുകൾ ക്രമേണ പൊട്ടിപ്പിളർന്ന് അതിൽ നിന്നും വെള്ളം കിനിഞ്ഞിറങ്ങുന്ന കല്ലുകൾ ഈ ദുനിയാവിലുണ്ട്.
വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. ഇലാഹി ഭയം കൊണ്ട്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മേൽഭാഗത്തു നിന്നും ഉരുണ്ടുരുണ്ട് താഴേക്ക് വീഴുന്ന കല്ലുകളുണ്ടെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു. അങ്ങനത്തെ കല്ലുകളെക്കാൾ പരുപരുത്ത് നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്ന് ബനൂ ഇസ്രായേല്യരെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ മനുഷ്യന്റെ ഹൃദയം കടുത്തു കഴിഞ്ഞാൽ പരുപരുത്ത പാറക്കല്ലിനേക്കാൾ അത് കടുത്തുപോകും എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും സുഹൃതങ്ങൾ കൊണ്ടും മനസ്സിനെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് മോശമായ ചിന്തകൾ വെടിഞ്ഞ് ദുർവിചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് ഖൽബിനെ നമ്മൾ വിപുലീകരിക്കണം. അതിലൂടെ നമുക്ക് ശാശ്വത വിജയം നേടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കേവലം നിസ്കാരങ്ങളും നോമ്പുകളും ഇതര അനുഷ്ഠാനങ്ങളും മാത്രമല്ല ഒരാളുടെ ഹൃദയം പാകപ്പെടുത്തിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ആത്മജ്ഞാനികൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് ഹൃദയം മോശമായ എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ മാറ്റി നിർത്തണം. അപരനോട് വിദ്വേഷം വെക്കാതെ, പകവെക്കാതെ, അസൂയ വെക്കാതെ ഹൃദയം എപ്പോഴും നമ്മൾ പളുങ്കു സമാനം നമ്മൾ കൊണ്ടു നടക്കണം. അപരന് എപ്പോഴും നന്മ കൈവരാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ നമ്മളുടെ സഹോദരങ്ങൾക്കുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുചരരുടെ കൂട്ടത്തിൽ പ്രമുഖനായ സ്വഹാബിയാണ്. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സ്വഹാബി വര്യനാണ്. ഒരു ദിവസം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, യതുലഉ അലൈക്കും മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിലൂടെ ഒരാൾ വരും. അയാൾ സ്വർഗവാസിയാണ്, അള്ളാഹു സ്വർഗം കൊടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുന്ന ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്വഹാബത്തുൽ കിറാം ആകാംക്ഷയോടെ കാത്തിരുന്നു, ആരായിരിക്കും ഇങ്ങോട്ട് കടന്നു വരിക. കുറച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അതിലൂടെ കടന്നു വരുന്നു. സ്വഹാബത്തുൽ കിറാമിന് വല്ലാത്ത കൗതുകമായി. ഇതേ ഒരു സംഭവം പിറ്റേന്നും തുടർന്നു, മൂന്നാമത്തെ ദിവസവും തുടർന്നു. മൂന്നാമത്തെ ദിവസവും ഹബീബായ തിരുദൂതർ പറഞ്ഞു, യതുലഉ അലൈക്കും മിൻ ഹാദൽ ഫജ്ജി റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. നാളെ സ്വർഗസ്ഥനാവുന്ന ഒരാൾ ഇപ്പം ഇതുവഴി വരും, നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തെ ദിവസവും ആ സദസ്സിലേക്ക് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ സഹാബികളുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചു, അതെന്തായിരിക്കും സഅദിന് ഇത്ര വലിയൊരു പദവി റസൂലുള്ളാഹി തങ്ങൾ ഇത്ര നേരത്തെ തന്നെ പറയാൻ കാരണം? എന്തായിരിക്കും സ്വർഗം കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ സന്തോഷവാർത്ത പറയാനുള്ള കാരണം? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇത് ആരാഞ്ഞു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്താണ് അവിടുത്തെ ജീവിതത്തിൽ ചെയ്തു പോരുന്ന നന്മകളെന്ന് കണ്ടറിയാൻ, മനസ്സിലാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ 2-3 ദിവസം ഇവിടെ താമസിച്ചു കൊള്ളട്ടെ, അങ്ങേക്ക് സമ്മതമാണോ? ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ തൻ്റെ അതിഥിയെ സ്വീകരിച്ചു. 2-3 ദിവസം ആ വീട്ടിൽ പാർക്കുകയാണ്.
അങ്ങനെ 2-3 ദിവസം അവിടെ താമസിച്ചിട്ടും ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു സാധാരണയിൽ കവിഞ്ഞ ഒരു നിസ്കാരമോ ഒരു നോമ്പനുഷ്ഠാനമോ മറ്റെന്തെങ്കിലും സുഹൃതങ്ങളോ ബഹുമാനപ്പെട്ടവരിൽ കണ്ടിരുന്നില്ല. സാധാരണ പോലെ നേരത്തെ എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, മറ്റെല്ലാ കർമ്മങ്ങളും ചെയ്തു പോരുന്നു. പക്ഷേ 3-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ സഅദേ, അങ്ങേക്ക് ഹബീബായ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത പറഞ്ഞില്ലേ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായി അനുഷ്ഠിക്കുന്ന സൽക്കർമ്മമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനു വേണ്ടിയായിരുന്നു 2-3 ദിവസം ഞാൻ ഇവിടെ രാപ്പാർത്തത്. പക്ഷേ ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോ. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രത്യേകമായി കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ എനിക്കൊരാളോടും എൻ്റെ മനസ്സിൽ വെറുപ്പില്ല, ഒരാളോടും എൻ്റെ മനസ്സിൽ വിദ്വേഷമില്ല. ഒരാൾക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്നത് എനിക്ക് വിഷമമുണ്ടാക്കാറുണ്ട്. അവർക്ക് ആ പ്രയാസം നീങ്ങിക്കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും സന്തോഷവും നന്മയും കൈവരാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു മനസ്സെനിക്കുണ്ട്, അല്ലാതെ ഒരു പ്രത്യേകമായ സൽക്കർമ്മവും എൻ്റെ ജീവിതത്തിലില്ല. ഇത് കേട്ടപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഹബീബായ തങ്ങൾ പറഞ്ഞ സുവിശേഷത്തിൻ്റെ പൊരുൾ ഇത് തന്നെയാണെന്ന് ബഹുമാനപ്പെട്ടവർക്ക് ബോധ്യമായി. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ, തീവ്രമായ പരിശീലനത്തിലൂടെ, നമ്മളുടെ ആത്മാവിൻ്റെ വീണ്ടു വിചാരത്തിലൂടെ അങ്ങനത്തെ ഒരു മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പാരത്രിക ലോകത്തുള്ള വിജയം നമുക്ക് സുനിശ്ചിതമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അൽ ബിദായത്തു വൻ നിഹായയിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം വിമലീകരിക്കാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തന്ന 2-3 മാർഗങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു മനുഷ്യന് നിർബന്ധമായും അള്ളാഹു കണക്കാക്കിയിട്ടുള്ള ഒരു മടക്കം. ഈ ഭൂമുഖത്ത് ജനിച്ചവരാരോ അവരൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സദസ്സിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന സാധുവായ ഞാനും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. അള്ളാഹു നമുക്ക് ഈ ഭൗതിക ലോകത്ത് കണക്കാക്കിയിട്ടുള്ള സമയത്തെക്കുറിച്ച് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. ലോകത്ത് വ്യത്യസ്ത ചിന്തകളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, ഇതര ചിന്താധാരകളുണ്ട്. വിശ്വാസമുള്ളവനുണ്ട്, വിശ്വാസമില്ലാത്തവനുണ്ട്. ദൈവാസ്തിക്യത്തെ അംഗീകരിക്കുന്നവരും ഇല്ലാത്തവരുണ്ട്, സർവമത സത്യവാദികളുമുണ്ട്. എന്നാൽ ഈ ഭൗതിക ലോകത്ത് ഒരു മനുഷ്യന് ഇവിടെ നിന്ന് മടക്കമുണ്ടെന്നുള്ള ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യത്തെ ലോകത്ത് ഒരാളും നിരാകരിച്ചിട്ടില്ല, ഒരാളും അതിനെ നിഷേധിച്ചിട്ടില്ല. കാരണം ഇവിടെ ജനിച്ചവരാരോ അവരൊക്കെയും അള്ളാഹു അവരെ മടക്കിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നു. നമുക്ക് അള്ളാഹു ജന്മം തന്നു. എത്രയോ ഒരു സമയം വരെ നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ സമയമാകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. യഥാർത്ഥത്തിൽ ഈ ലോകം, ഈ ദുനിയാവ് ഒരു മനുഷ്യൻ അള്ളാഹു ശാശ്വതമാക്കി കൊടുക്കുമായിരുന്നുവെങ്കിൽ, നിങ്ങൾ ഓർത്തു നോക്കൂ, ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഈ ദുനിയാവിൻ്റെ അവസാന കാലം വരെ ജീവിക്കേണ്ടിയിരുന്നത്. കാരണം എന്താ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അത് സർവലൗകികമായ ഒരു മതമാണ്. മറ്റുള്ള അംബിയാ മുർസലുകളിൽ നിന്ന് വ്യത്യസ്തരായി പ്രത്യേക ചില കാലദേശ പരിമിതികൾക്കുള്ളിൽ അല്ലാഹു നിയോഗിച്ച പ്രവാചക പ്രഭുവല്ല നമ്മളുടെ നേതാവ്. മറിച്ച് നാളെ ഈ പ്രപഞ്ചത്തിൻ്റെ പര്യവസാനം വരെ മാനവരാശിയെ സന്മാർഗത്തിലേക്ക് നയിക്കേണ്ട തിരുദൂതരായിട്ടാണ് ഹബീബായ തങ്ങളെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഹബീബായ ദൂതരായിരുന്നു
ഇവിടെ ഒരാൾക്ക് അല്ലാഹു ഈ ദുനിയാവ് ശാശ്വതമാക്കുമായിരുന്നെങ്കിൽ അവസാനം വരെ ജീവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഹബീബായ തങ്ങളും നേരത്തെ പോയി. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫിഹാ മുഖല്ലദാ. ആർക്കെങ്കിലും അല്ലാഹു ഈ ദുനിയാവ് എന്നേക്കും ശാശ്വതമായി നൽകുമായിരുന്നെങ്കിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ആ കാലം വരെ ജീവിക്കേണ്ടിയിരുന്നത്. ഹബീബായ തങ്ങളും പോയില്ലേ? അതുകൊണ്ട് മരണം എല്ലാവർക്കും ഉറപ്പാണ്, എല്ലാവർക്കും ഉറപ്പാണ്. ആ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക എന്നത് നമ്മളുടെ ഹൃദയത്തെ മാലിന്യമുക്തമാക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു പോംവഴിയായിട്ട് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ ഇന്നവൻ്റെ നിഖില മേഖലകളിലും എല്ലാ മേഖലകളിലും അവനിന്ന് വലിയ ഉന്നതി പ്രാപിച്ചു കഴിഞ്ഞു. ശാസ്ത്രലോകവും അതുപോലെ തന്നെ നാനോ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെ ലോകത്തെത്തി നിൽക്കുമ്പോഴും മനുഷ്യൻ അവൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് വളർച്ചയുടെയും ഉയർച്ചയുടെയും എത്രയോ കാതങ്ങൾ താണ്ടിയിട്ടുണ്ടെങ്കിലും മനുഷ്യനെന്ന കേവല പരിമിതികൾക്കുള്ളിൽ അവനെന്നും നിസ്സഹായനായി നിൽക്കുകയാണ്. അള്ളാഹു ഒരുവന് അനുവദിച്ച സമയം ഒന്ന് കുറച്ചുകൂടെ നീട്ടിയെടുക്കാനോ കുറച്ചുകൂടെ അല്പവും കാലം കൂടി ദുനിയാവിൽ ജീവിക്കാനോ അവൻ ഒന്ന് ആഗ്രഹിച്ചാൽ അതിന് ഇന്നൊരു മരുന്നും ഈ ലോകത്ത് കണ്ടെത്തിയിട്ടില്ല. അത് ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനം വരെ മനുഷ്യൻ കണ്ടെത്താനും പോകുന്നില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഒരാൾക്കും നാളെ എന്താണ് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. നാളെ നമ്മൾ ഈ സമയത്ത് എവിടെയായിരിക്കുമെന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയോ? ഒരാൾക്കും കഴിയില്ല. എവിടെ വെച്ചാണ് അവൻ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യുകയെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ബലഹീനതയാണ്, അവൻ്റെ പരിമിതിയാണ്. അങ്ങനത്തെ ഒരു മരണത്തെയാണ് നമ്മളെപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്ത് നിസ്തുലനായ വ്യക്തി പ്രഭാവമാണ്. എത്രയോ സാമ്രാജ്യങ്ങളെ ഇസ്ലാമിലേക്ക്, പരിശുദ്ധ ദീനിലേക്ക് തൻ്റെ കായിക ബലം കൊണ്ടും തൻ്റെ നേതൃപാടവം കൊണ്ടും കൂട്ടിച്ചേർത്ത മഹാനരാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തൻ്റെ കൂടെ എപ്പോഴും ഒരാളെ പ്രത്യേകം തൻ്റെ പോക്കറ്റിൽ നിന്നും പണം കൊടുത്തുകൊണ്ട്, ശമ്പളം കൊടുത്തുകൊണ്ട് മരണത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടെ കൊണ്ടു നടന്നിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ടവരോട് ഇടയ്ക്കറെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ഉമറേ നിങ്ങൾക്ക് മരണമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് മരണമുണ്ട് കേട്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരാളെ പ്രത്യേകം സേവകനായി കൂടെ കൊണ്ടു നടന്നിരുന്നുവെന്ന് ചരിത്രം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പിൽക്കാലത്ത് തൻ്റെ രോമകൂപങ്ങളിലും മുടിയിലും നര വന്നു തുടങ്ങിയപ്പോൾ ഈ സേവകനെ പിന്നെ മാറ്റി നിർത്തുകയാണ്. ഇനി നിന്റെ ആവശ്യമില്ല. മുടിയിലും താടിരോമങ്ങളിലും എല്ലാം വെള്ള പുതച്ചു തുടങ്ങിയാൽ പിന്നെ റബ്ബിലേക്ക് മടങ്ങേണ്ടതിൻ്റെ സൂചനകളാണ്. ഫഇന്ന അമ്മാറതി ബിസ്സൂഇ മതഅലത് മിൻ ജഹ്ലിഹാ ബിനദി റിശൈബി വൽ ഹാറമി. ബഹുമാനപ്പെട്ട ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞു വെക്കുന്നു, നര ഒരു മനുഷ്യന് വന്നു ചേർന്ന് കഴിഞ്ഞാൽ
വാർദ്ധക്യ സഹജമായ ബലഹീനതകൾ അവനിൽ പ്രകടമായി തുടങ്ങിയാൽ പിന്നെ അള്ളാഹുവിലേക്കുള്ള മടക്കത്തിന് മറ്റു ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമില്ല, മറ്റു മുന്നറിയിപ്പുകൾ ആവശ്യമില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചെയ്തതും അതാണ്. നിര വന്നു തുടങ്ങിയപ്പോൾ പിന്നെ തൻ്റെ സേവകനെ മാറ്റി, എന്നിട്ട് മരണത്തെയും കാത്തു ജീവിക്കുന്നു. ഇങ്ങനെ മഹാന്മാരുടെ ജീവിതത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് പരിശുദ്ധമായ റമളാൻ 15 ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആണ്ട് ദിനമാണ്. ഇന്ന് വഫാത്തിന്റെ ദിനമാണ്. ആരാണ് ബഹുമാനപ്പെട്ട മഹദിയായ നഫീസത്തുൽ മിസ്രിയ? ലോകതലത്തിൽ അറിയപ്പെട്ട മഹിളാരത്നങ്ങളിൽ പ്രധാനിയാണ്. അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് തീർത്ത മഹദിയാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലികയാണ്. ചരിത്രം പറയുന്നു, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യഗണങ്ങളെ എല്ലാ പ്രയാസങ്ങളും നേരിടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടിട്ട് രോഗശമനത്തിനു വേണ്ടിയും പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയും പ്രത്യേകം ദുആ ചെയ്യിപ്പിച്ചിരുന്നതായി കാണാം. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മക്കയിൽ ജനിച്ച് പിന്നീട് മിസ്റിലേക്ക് വരുന്നുണ്ട്. മിസ്റിലേക്ക് വന്ന ആളുകൾ അവിടേക്ക് ധാരാളം ഒഴുകിയെത്തുകയാണ്. ജീവിതത്തിൽ നേരിടുന്ന 100 കൂട്ടം പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും മഹദിയുടെ അടുക്കൽ പരിഹാരമാണ്. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ജീവിതത്തിൽ അള്ളാഹുവിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിച്ച മഹദിയാണ്. ജീവിതകാലത്ത് തന്നെ പറയുന്നു, സ്വന്തം ഖബർ കുത്തിവെച്ചിട്ട് അതിലിരുന്നു കൊണ്ട് എത്രയോ ഖത്മുൽ ഖുർആൻ ഖത്മ് തീർത്ത മഹദിയാണ്. ഷാഫിഈ ഇമാമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ബഹുമാനപ്പെട്ടവർ രോഗശമനത്തിന് വേണ്ടിയൊക്കെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. പോകുമ്പോഴൊക്കെ മഹദി ദുആ ചെയ്തു കൊടുക്കും, രോഗം മാറിക്കൊണ്ടേയിരിക്കും. അവസാനം മരണാസന്നനായ സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്തിനോടടുത്തു വന്ന രോഗത്തിൻ്റെ സമയത്ത് സാധാരണ പോലെ പതിവ് പോലെ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ ബഹുമാനപ്പെട്ട മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ദുആയിൽ ചില മാറ്റങ്ങൾ വന്നു. മഹദി അത്തവണ ദുആ ചെയ്തത് മത്തഅഹുല്ലാഹു ബിന്നളിരി ഇലാ വജ്ഹിൽ കരീം, അള്ളാഹുവിലേക്കുള്ള ലിഖാ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് ഉണ്ടാവട്ടെ എന്നായിരുന്നു അത്തവണ ബഹുമാനപ്പെട്ട മഹദി ദുആ ചെയ്തത്. ആ രോഗത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, അകക്കണ്ണുകൊണ്ട് അള്ളാഹുവിൻ്റെ അദൃശ്യജ്ഞാനങ്ങൾ കണ്ടു മനസ്സിലാക്കിയ മഹദിയാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ. സ്വന്തം ജീവിതകാലത്ത് കുത്തിവെച്ച ഖബറിലിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ധ്യാനിച്ചുകൊണ്ട് ഒരുപാട് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അങ്ങനെ വഫാത്തിൻ്റെ സമയം വരെ ഖുർആൻ ഓതുന്നു. രാത്രികാലങ്ങളിലൊക്കെ നിസ്കാരമാണ്, പകൽ സമയങ്ങളിലൊക്കെ നോമ്പാണ്. അങ്ങനെ അവസാനം മഹദിയുടെ വഫാത്തിൻ്റെ സന്ദർഭത്തിലും പകൽ സമയം നോമ്പുകാരിയായിട്ടാണുള്ളത്. വൈദ്യന്മാർ വരുന്നു ചികിത്സിക്കാൻ, ആവശ്യപ്പെടുന്നു നോമ്പ് മുറിക്കാൻ. ബഹുമാനപ്പെട്ട മഹദി വിസമ്മതിക്കുന്നു. നിങ്ങളെന്താണ് ഈ പറയുന്നത്? 10-30ഓളം കൊല്ലക്കാലമായി അള്ളാഹുവിലെ ഇബാദത്തിൽ ജീവിക്കുമ്പോൾ നോമ്പുകാരിയായി റബ്ബിലേക്ക് മടങ്ങാനാണ് ഞാൻ ദുആ ചെയ്തത്, എന്നിട്ട് നോമ്പ് മുറിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ എന്ന് ചോദിച്ചിട്ട് നോമ്പ് മുറിക്കാൻ വിസമ്മതിച്ച ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ അവസാനം വഫാത്തിൻ്റെ സമയത്ത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണത്തിൽ മുഴുകുന്നു. ചരിത്രം പറയുന്നു, മരണമാകും എന്ന് വിണ്ട് ഓതി അൻആമാനെ, മാഇദ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ.
പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ബഹുമാനപ്പെട്ട മഹദി ഇഹലോകവാസം വെടിഞ്ഞു. അവിടുത്തെ മനാഖിബിൽ നഫീസത്ത് മാലയിൽ നമുക്കത് കാണാം. പ്രിയപ്പെട്ടവരെ, മരണത്തെ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു. അതിലൂടെ അവരൊക്കെ ഹൃദയവിശുദ്ധി കൈവരിച്ചു. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ വിജയിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കി വിളിക്കുന്ന ഒരു നേരം, സക്കറാത്തിന്റെ സന്ദർഭത്തിൽ മനുഷ്യൻ മരണത്തോട് മല്ലിടുന്ന നേരം, അങ്ങനത്തെ അവസ്ഥകൾ നമ്മൾ നേരിൽ ജീവിതത്തിൽ കാണുകയാണെങ്കിൽ അവന് ക്രമേണ അവൻ്റെ മനസ്സ് ലോലമായി വരികയും അള്ളാഹുവിലേക്ക് ആ മനസ്സ് പതിയെ അടുക്കുകയും ചെയ്യും. ഏതൊരാളും വല്ലാതെ പ്രയാസപ്പെടുന്ന സമയമാണ് മരണാസന്നനാകുന്ന ഘട്ടം. ഇന്ന് പിന്നെ മരണത്തിന് പ്രായവും കാലവും സ്ഥലവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നാരും ഏത് സമയത്തും മരിച്ചു പോകാവുന്ന രൂപത്തിലാണ് നമ്മുടെ സാമൂഹ്യ പരിസരം. കുറേ മുമ്പത്തെ കാലത്തൊക്കെ പ്രായമുള്ളവർ മാത്രമായിരുന്നു മരിക്കുക. ഇന്നങ്ങനെ പ്രായത്തിൻ്റെ കണക്കൊന്നുമില്ല. ചെറിയ മക്കൾ കുഴഞ്ഞു വീട് മരിക്കുന്ന വാർത്ത നമ്മൾ പലപ്പോഴും പത്രങ്ങളിൽ കാണുന്നു. അതുപോലെ തന്നെ യുവതി യുവാക്കൾ, നല്ല ആരോഗ്യമുള്ള ആളുകൾ തന്നെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്ന വാർത്തകൾ ഇന്ന് മാധ്യമങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം മരണത്തെ കാത്തുകിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ആ ഒരു നേർ ചിത്രം നമ്മൾ കാണുകയാണെങ്കിൽ അതിലൂടെ നമ്മളുടെ ഹൃദയത്തിന് നല്ല നൈർമല്യം വരികയും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അൽഖമാ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ ആളാണ്. അൽഖമാ റളിയല്ലാഹു അൻഹു മരണാസന്നനായ വേളയെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുഹൈബ് റളിയല്ലാഹു അൻഹു തുടങ്ങി 2-3 സ്വഹാബികൾ കൂടിയിട്ട് അൽഖമാ റളിയല്ലാഹു അൻഹുവിൻ്റെ ചാരത്തിരുന്നു കൊണ്ട് കലിമത്തു ഷഹാദ ചൊല്ലിക്കൊടുക്കുന്നു. പക്ഷേ ബഹുമാനപ്പെട്ടവർക്ക് നാവനക്കാൻ കഴിയുന്നില്ല, ആ പരിശുദ്ധ കലിമയൊന്ന് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ടവർ സക്കറാത്തിൻ്റെ ഘട്ടത്തിൽ കിടന്ന് പടക്കുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ് തങ്ങളും കൂട്ടരും ഒരാളെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് സംഭവം അറിയിച്ചു. ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ഉപ്പയും ഉമ്മയും അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിപ്പുണ്ടോ? ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാൻ കഴിഞ്ഞു. ആ ഉമ്മയെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധാനത്തിലെത്തിച്ചു. ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ, നിങ്ങളുടെ മകനായ അൽഖമക്ക് ഇന്നാലിന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്താണ് അൽഖമക്ക് സംഭവിച്ചത്? അദ്ദേഹം കൃത്യമായ ഇബാദത്തുകളൊക്കെ ചെയ്തു വരുന്ന ആളായിരുന്നല്ലോ. എന്താണ് അൽഖമക്ക് സംഭവിച്ചു പോയതുമ്മ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയും പറയുന്നുണ്ട്, അവൻ കൃത്യമായി നിസ്കരിക്കും, എല്ലാ ഇബാദത്തുകളും അവൻ കൃത്യമായി ചെയ്യും. പക്ഷേ വിവാഹിതനായ ശേഷം അവൻ്റെ ഭാര്യയുമായി എൻ്റെ കൂടെ വന്ന ശേഷം എല്ലാ കാര്യത്തിലും അവൻ്റെ ഭാര്യയ്ക്ക് മുൻഗണന കൊടുത്ത് എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി കളഞ്ഞു. അതെനിക്ക് തീരെ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെൻ്റെ മകന് ഞാൻ പുറത്തു കൊടുത്തിട്ടില്ല, പുറത്തു കൊടുക്കുകയുമില്ല നബിയേ. ഇത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു വരുത്തിയിട്ട് കുറച്ച് വിറക് കൊണ്ടുവരാൻ പറയുന്നു. എന്തിനാണ് വിറകെന്ന് ചോദിച്ചപ്പോൾ അൽഖമയെ ആ വിറകിൻ്റെ കൂട്ടത്തിലിട്ട് കത്തിക്കാനാ. ആ പെറ്റുമ്മക്ക് വല്ലാത്ത പ്രയാസം വന്നു. നൊന്തു പ്രസവിച്ച ഉമ്മാക്ക് വലിയ സങ്കടമായി. നബിയേ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതര് പറഞ്ഞു, നാളെ അൽഖമക്ക് നരകത്തിൽ നിന്ന് ലഭിക്കാനുള്ള ശിക്ഷ ഇതിനേക്കാൾ കഠോരമാണ് ഉമ്മ.
അതുകൊണ്ടൊന്നുകിൽ അൽഖമയെ ഇവിടെ തന്നെ നമ്മൾ ശിക്ഷയ്ക്ക് വിധേയനാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അൽഖമക്ക് പുറത്തു കൊടുക്കണം. രണ്ടാലൊരു കാര്യം നമ്മൾ ചെയ്തേ പറ്റൂമ്മ. ഈ ഒരവസ്ഥ മുന്നിൽ കണ്ടപ്പോൾ 10 മാസത്തോളം പേറി നടന്ന് നൊന്തു പ്രസവിച്ച ഉമ്മയുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു പോയി. തൽക്ഷണം തൻ്റെ മകന് പുറത്തു കൊടുക്കുന്നു. ചരിത്രം പറയുന്നു, ബഹുമാനപ്പെട്ട അൽഖമ റളിയല്ലാഹു അൻഹു നല്ല പോലെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഇഹലോകവാസം വെടിഞ്ഞു. സക്രാത്തിന്റെ സമയമെന്ന് പറയുന്നത് നമ്മളുടെ ഗതകാല ജീവിതത്തിനൊക്കെയും അള്ളാഹു തിക്തഫലം നൽകാൻ തുടങ്ങുന്ന പ്രാരംഭ നിമിഷമാണ്. അവ്വലു മൻസിലിൻ മിൻ മനാസിൽ ആഖിറ എന്ന് ഖബർ ജീവിതത്തെക്കുറിച്ച് ഹബീബായ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഞാനങ്ങോട്ടാണ് വരുന്നത്. മൂന്നാമത്തെയും അവസാനത്തെയുമായ നല്ലൊരു പോംവഴി നമ്മളുടെ ഹൃദയത്തെ വിമലീകരിക്കാൻ, മലിനമുക്തമാക്കാൻ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നത്, എപ്പോഴും ഖബറിൽ കിടക്കുന്ന ഒരു അവസ്ഥയെ ഓർക്കാനാണ്, ഖബർ ജീവിതത്തെക്കുറിച്ച് സ്മരിക്കാനാണ് പറയുന്നത്. അങ്ങേയറ്റം പ്രയാസം സഹിച്ച് സക്കറാത്തിന്റെ കടമ്പകളൊക്കെയും കഴിഞ്ഞ് അള്ളാഹു വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിക്കുത്തരം ചെയ്യുമ്പോ എന്നെയും നിങ്ങളെയും അള്ളാഹു തിരിച്ചു വിളിക്കുമ്പോൾ ലഈനായ ഇബ്ലീസ് വന്നിട്ട് ആ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മളുടെ ഈമാനിനെ പരീക്ഷിക്കുമ്പോൾ മഹാന്മാര് പറയുന്നു, നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളുടെ രൂപത്തിലാണ് ഇബ്ലീസ് ഒരു പാത്രം വെള്ളവുമായിട്ട് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. ഒരു ആറോ ജലാശയമോ നമ്മളുടെ മുമ്പിൽ വന്നാൽ അതെല്ലാം കുടിച്ചു വറ്റിക്കാൻ വെമ്പുന്ന ദാഹവുമായി മനുഷ്യൻ സക്കറാത്തിന്റെ ഘട്ടത്തെ അഭിമുഖീകരിക്കുമ്പോ ഇബ്ലീസുൽ ലഈൻ വേഷപ്രച്ഛന്നനായി മുന്നിലേക്ക് വന്നിട്ട് ഈമാൻ പഴപ്പിക്കാനുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോ, പരിശ്രമം നടത്തുമ്പോ അല്ലാ ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം അള്ളാഹു നമുക്ക് അസ്ഹാബുൽ ബദറിന്റെ കാവല് കൊണ്ട് രക്ഷ നൽകുമാറാവട്ടെ. അങ്ങനെ ആ കടമ്പകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് എവിടേക്കാ? ഏത് വലിയ മണിമാളികയിലും പൂമെത്തയിലും കിടന്നുറങ്ങിയ മനുഷ്യനും അവസാനം ആ കട്ടിലിൽ ചുമന്നുകൊണ്ട് 6 അടി മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടി ഉറ്റവരും ഉടയവരുമെല്ലാം പിരിഞ്ഞു പോകുമ്പോ ഇന്നലെ വരെ തലോടലുകളോടുകൂടി സ്നേഹവായ്പകളോടുകൂടി അടക്കം പറഞ്ഞു കൂടെ കിടന്ന ഭാര്യയില്ല, കൂടെ നടന്ന് സന്തോഷത്തോടെ ഒച്ച വെച്ച് നടന്ന മക്കളില്ല, സ്നേഹപരിലാളനകൾക്ക് നൽകി എല്ലാ സമയത്തും നമ്മളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കൂടെ നിന്ന ഉമ്മയും ബാപ്പയുമില്ല. ആ ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ ഖബറിലേക്ക് ചെന്ന് ചേരുന്നത്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാനാ റബ്ബി അതിൽ കിടക്കാണ്ടതാണ് അസ്മാന. ഏത് സുഖലോലുപതയിലും ജീവിച്ച് പരിശീലിച്ച മനുഷ്യൻ ഒന്നുമില്ലാതെ കേവലം 3 തുണിക്കഷണങ്ങളിൽ നാളെ മണ്ണിൽ പോയി കിടക്കുമ്പോ അല്ലാ ഒരാളും തുണയില്ലാതെ ഒറ്റക്കാകുന്ന സമയത്ത് ആരാണ് പിന്നെ നമ്മളുടെ കൂട്ടിനുണ്ടാകുന്നത്? ചിതളും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവക്ക് നീ ചെല്ലുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട്.
ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ ഈ ഒരു പദ്യാവിഷ്കാരം ഒരു മുഅ്മിനിൻ്റെ ചിന്താമണ്ഡലങ്ങളെ വല്ലാതെ കോരിത്തരിപ്പിക്കുന്നുണ്ട്. മുഅ്മിനേ, നമ്മെ കാത്തുകിടക്കുന്നത് അവിടെ ചിതളും പുഴുക്കളുമാണ്, ഇഴജന്തുക്കളാണ്, പാമ്പും തേളുമാണ്. അതുവരെ പൂമെത്തയിൽ കിടന്നുറങ്ങിയ നല്ല ഉല്ലസിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിൽ പോയി കിടക്കുമ്പോ നല്ല പോലെ ഒരു ചിന്തക്ക്, ഒരു ആത്മീയ പരിചിന്തനത്തിന് നമ്മൾ വിധേയരായാൽ നമ്മുടെ മനസ്സെല്ലാം നല്ല പോലെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ ഖബർ ജീവിതത്തെയും നമ്മൾ ഇടയ്ക്കിടെ അനുസ്മരിച്ചു കൊണ്ടിരുന്നാൽ, ഇടയ്ക്കിടെ നമ്മൾ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഹൃദയം എല്ലാം ദുർവിചാരങ്ങളിൽ നിന്നും മോശം ചിന്തകളിൽ നിന്നും നമുക്ക് വിമലീകരിക്കാൻ സാധിക്കും. മഹാന്മാർ പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോംവഴി അതാണ്. ഇതൊക്കെ തന്നെയേ അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിക്കാനുള്ളൊരു മാർഗമായിട്ട് നമുക്ക് അവലംബിക്കാനുള്ളൂ. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം നമ്മളുടെ ഹൃദയമാണ്. അതിനെ വിമലീകരിച്ചവർക്ക്, അതിനെ വിശുദ്ധിയോടെ കൊണ്ടു നടന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയമുണ്ട്. ഒരു ദ്വീപിൽ ജീവിച്ചിരുന്ന 2-3 കൂട്ടുകാരുടെ ഒരു കഥ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു സംഭവം കൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരു ദ്വീപിൽ ജീവിച്ച 2-3 ആളുകൾ. ഒരാൾക്ക് 2-3 ആളുകളെ മാത്രമേ പരിചയമുള്ളൂ. 2-3 ആളുകളുമായി അവൻ നല്ല ചെങ്ങാത്തത്തിലാണ്. അവരോടെപ്പോഴും അവൻ സംസാരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യും. പക്ഷേ ആദ്യത്തെ ആളോട് വല്ലാത്ത സ്നേഹമാണ്. എല്ലാ സമയത്തും അവനെക്കുറിച്ച് ഓർക്കുകയും അവനെക്കുറിച്ച് ചിന്തിക്കുകയും അവനെ കാണുന്നിടത്തൊക്കെ വെച്ച് സംസാരിക്കുകയും കളിതമാശകൾ പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ മനസ്സിലെപ്പോഴും കൊണ്ടു നടന്ന ഒരു കൂട്ടുകാരൻ. രണ്ടാമത്തെ ഒരു കൂട്ടുകാരനോട് നേരത്തെ പറഞ്ഞ അത്ര ബന്ധവുമൊന്നുമില്ല. എന്നാലും അയാളോടും താരതമ്യേന നല്ല ബന്ധമാണ്. കാണുമ്പോഴൊക്കെ സംസാരിക്കും, സന്തോഷം പറയും. മൂന്നാമത്തെ ഒരു കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനൊക്കെ തന്നെയാണ്, പക്ഷേ ആദ്യത്തെ 2 പേരെ പോലെ അങ്ങനത്തെ ബന്ധമൊന്നുമില്ല. കണ്ടാൽ ജസ്റ്റ് ഒന്ന് വർത്താനം പറയും, പിരിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ ഈ മൂന്നാമത്തെ ആളോട്. ഇങ്ങനത്തെ 3 കൂട്ടുകാർ മാത്രമുള്ള ഒരു മനുഷ്യൻ ഒരു നാട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മനുഷ്യന് ആ നാട്ടിൽ നിന്ന് ഉടനെ അവിടെ നിന്ന് യാത്രയാകാനുള്ള ഒരു സന്ദേശം വരും. അവിടെ നിന്ന് യാത്ര പോകാനുള്ള ഒരു മുന്നറിയിപ്പ് വരും, ഒരറിയിപ്പ് വരും. ഇദ്ദേഹം വിചാരിച്ചു ഏതായാലും പോവുകയാണല്ലോ, യാത്ര പറയണം. ആദ്യത്തെ കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നു. എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അനക്കത്തിലും അടക്കത്തിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്ന, എവിടെ കണ്ടാലും സ്നേഹോഷ്മളമായി സംസാരിക്കുന്ന, കളിതമാശകൾ പറയുന്ന, മനസ്സിലെപ്പോഴും വലിയ സ്ഥാനം കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ കൂട്ടുകാരൻ. ആ കൂട്ടുകാരനെ കാണുന്നു, യാത്ര ചോദിക്കുന്നു. യാത്ര ചോദിക്കുമ്പോൾ അയാൾ പറയും, നിങ്ങൾ പോകുകയാണെങ്കിൽ എന്നാ ഓക്കെ, നിങ്ങൾ പോയിക്കോളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ സങ്കടമായി, ഇദ്ദേഹത്തിന് വലിയ വിഷമായി. ഞാനിങ്ങനെ ഈ നാട്ടിൽ നിന്ന് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര കണ്ട് മനസ്സിൽ വലിയ സ്ഥാനം കൊടുത്ത് എപ്പോഴും ചിന്തിച്ചിങ്ങനെ നടന്നിരുന്ന എൻ്റെ ഈ കൂട്ടുകാരൻ, അദ്ദേഹം ഒറ്റ വാക്കിൽ എൻ്റെ യാത്രയാക്കുന്നതിന് ഈ ഒറ്റ വാക്കിൽ അദ്ദേഹം ഒതുക്കിക്കളഞ്ഞല്ലോ എന്ന് അദ്ദേഹം മനസ്സിരുത്തി ഒന്ന് ആലോചിച്ചു. വലിയ വിഷമമായി. ഏതായാലും രണ്ടാമത്തെ കൂട്ടുകാരനോടുകൂടെ ഒന്ന് സംസാരിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോയി. രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു, എനിക്കിങ്ങനെ യാത്ര പോകാനുണ്ട്, നാളെ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നു, എപ്പോഴാണ് പോകുന്നത്? നാളെ ഇന്ന സമയത്താണ് പോകുന്നത്. എന്നാൽ ഞാനും വരാം, നിങ്ങളെ യാത്രയാക്കാൻ ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ കൂട്ടുകാരനും സംസാരം നിർത്തി. ഇദ്ദേഹം വീണ്ടും ചിന്തിച്ചു, എന്നെ യാത്രയാക്കാനുള്ള ഒരുക്കത്തിലാണ് അയാള്. അതേസമയം മൂന്നാമത്തെ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെല്ലുന്നു.
ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് കണ്ട ആ കാണുന്ന സമയത്ത് മാത്രം ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് സംസാരിക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്ത ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരനാണ് മൂന്നാമത്തെ ആള്. ആ കൂട്ടുകാരൻ്റെ അടുക്കലും പോയി പറയുന്നു, ഞാൻ ഇന്ന നാട്ടിലേക്ക് പോവുകയാണ്, ഇവിടെ നിന്ന് പോകാൻ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞപ്പോ മൂന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നു, നിങ്ങൾ പോവുകയാണോ? എന്നാൽ ഞാനും വരുന്നു നിങ്ങളെ കൂടെ. നിങ്ങൾക്കൊരു കൂട്ടുകാരനായിട്ട്, നിങ്ങൾക്ക് യാത്രയിൽ ഒരു സഹായിയായിട്ട് ഞാനും കൂടെ വരാം. ഈ മനുഷ്യൻ വല്ലാതെ കൗതുകമായി വല്ലാതെ ചിന്തിച്ചുപോയി. ഞാൻ പറയുന്ന സംഗതിയല്ല, ഹബീബായ തങ്ങൾ പറയുന്ന സംഭവമാണ്, കഥയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് ഈ 3 കൂട്ടുകാരെ കുറിച്ചും അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു. നമ്മളൊക്കെയും പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള, നമ്മളൊക്കെയും വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യാറുള്ള അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഇതിൽ അല്ലാഹു തആല പറഞ്ഞ 3 ഭൗതികമായ വിഭവങ്ങളുണ്ട്. ഈ 3 കൂട്ടുകാരെ ഉപമയാക്കിയിട്ട് അള്ളാന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ കൂട്ടുകാരനുണ്ടല്ലോ, അനക്കത്തിലും അടക്കത്തിലും എല്ലാ സമയത്തും മനസ്സിൽ കൂടെ താലോലിച്ചു കൊണ്ടു നടന്ന കൂട്ടുകാരൻ അൽമാൽ, സമ്പത്താണ് ആ കൂട്ടുകാരനെ കൊണ്ട് ഉദ്ദേശിച്ചത്. സമ്പത്തിന് വേണ്ടിയാണ് ഈ ദുനിയാവിൽ നമ്മൾ പരിശ്രമിച്ചത്. ആ സമ്പത്ത് ആവോളം നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുടുംബബന്ധം വിച്ഛേദിച്ചത്. ആ സമ്പത്ത് കൂടുതലായി നേടിയെടുക്കാൻ വേണ്ടിയാണ് അയൽവാസിയെ നമ്മൾ ആക്രമിച്ചത്. ഇങ്ങനെ തുടങ്ങി ആ സമ്പത്ത് എത്രത്തോളം നേടാൻ വേണ്ടി മനുഷ്യൻ ഓടി നടന്നു. ഈ ഒരു കൂട്ടുകാരനെയാണ്, ഈ ഒരു സമ്പത്തിനെയാണ് കൂട്ടുകാരനോട് ഉപമിച്ചത്. അവസാനം യാത്ര പോകുമ്പോ, എല്ലാം ഇട്ടേച്ച് റബ്ബിലേക്ക് മടങ്ങുമ്പോ, എല്ലാം കൈയൊഴിഞ്ഞ് നമ്മൾ മടങ്ങുമ്പോ, ഒന്നും ഭൗതികമായ ചരക്കില്ലാതെ അള്ളാഹുവിലേക്ക് നമ്മൾ പോകുമ്പോ ആ സമ്പത്ത് നമ്മളുടെ കൂടെ വരുന്നില്ല. അതുവരെ നമ്മൾ ആർജിച്ച ഒന്നും നമ്മളുടെ കൂടെ വരുന്നില്ല. രണ്ടാമത് പറഞ്ഞ കൂട്ടുകാരനാരാ? അവിടെ ചെന്ന് പറഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞില്ലേ, യാത്രയാക്കാൻ ഞങ്ങൾ വരാം, യാത്രയാക്കാൻ നിങ്ങളെ കൂടെ വരാം. അൽബനൂൻ, അത് നമ്മളുടെ സന്താനങ്ങളാണ്. അള്ളാഹുവിലേക്ക് യാത്രയുദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നമ്മളുടെ കൂടെ ഇറങ്ങുന്നു, പള്ളിക്കാട് വരെ അനുഗമിക്കുന്നു. അതിനപ്പുറം നമ്മെ യാത്രയാക്കാൻ ഒരു സന്താനവും വരൂല. ആദ്യം പറഞ്ഞ 2 കൂട്ടുകാരാണ്, ഒന്ന് സമ്പത്തും ഒന്ന് സന്താനങ്ങളും. ആദ്യത്തെ കൂട്ടുകാരൻ വളരെ നെവറായിട്ട് സംസാരിച്ചു, നിങ്ങൾ പോവുകയാണോ, എന്നാ പൊക്കോളൂ. രണ്ടാമത്തെ കൂട്ടുകാരൻ നമ്മൾ യാത്രയാക്കാൻ വരാമെന്ന് പറഞ്ഞു. നമ്മളെ മക്കളൊക്കെ നമ്മളെയും വഹിച്ചു വരും, പള്ളിക്കാട് വരെ വരും. അവിടെ നിന്ന് പിന്നെ ആരും വരുന്നില്ല. പിന്നെ അവിടെ നിന്നും നമ്മളെ കൂടെ അനുഗമിക്കുന്ന കൂട്ടുകാരനാരോ? والباقيات الصالحات خير عند ربك ثوابا وخير أملا. ജീവിത വ്യവഹാരത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഒഴിവ് സമയം കിട്ടിയപ്പോൾ പലപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് പള്ളിയിൽ കയറി നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ട്. പരിശുദ്ധമായ റമളാനു ശരീഫ് വരുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് പട്ടിണിയിടുന്ന പകലുകളുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് രാത്രി സമയങ്ങൾ നമ്മൾ നിന്ന് നിസ്കരിച്ച തറാവീഹുകളുണ്ട്. അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ച് നമ്മൾ പങ്കെടുത്ത അറിവിൻ്റെ മജ്‌ലിസുകളുണ്ട്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ നമ്മൾ എവിടെയൊക്കെയോ കണ്ടുമുട്ടിയ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങളുണ്ടല്ലോ. വൽബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ആ
സൽക്കർമ്മങ്ങൾ മാത്രമാണ്. അല്ലയോ മനുഷ്യ, നിങ്ങൾ പോകുകയാണോ? ഞാനും നിങ്ങളെ കൂടെ സഹയാത്രികനായിട്ട് നിങ്ങളെ അനുഗമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ വരുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമാണ്. സൽക്കർമ്മങ്ങൾ മാത്രമേ നമ്മൾ കൂടെ പോരുകയുള്ളൂ. അള്ളാഹു അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ മരണം വരിക്കാൻ, മരണം പുൽകാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട നല്ലൊരു മുഹൂർത്തമാണ്. ജീവിതത്തിൽ പല സൽക്കർമ്മങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അത് ശീലിക്കാനും പതിവാക്കാനും പറ്റിയ സമയങ്ങളാണ്. നമ്മൾ ശീലിച്ചു പോന്ന ദുസ്വഭാവങ്ങളും അതുപോലെ തന്നെ മോശമായ ജീവിത ശൈലികളും എല്ലാം ഒഴിവാക്കി പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാൻ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഓരോ റമളാനുകളും നമുക്ക് സമ്മാനിക്കുന്നത്. അതിലൂടെ അങ്ങനെയുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് പൊറുത്തു തരുമാറാവട്ടെ. ചെയ്തു പോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല പൊറുത്തു തരട്ടെ. ഹബീബായ മുത്തുളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ തങ്ങളുടെ പൊരുത്തവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ ശഫാഅത്തുമല്ലാതെ മറ്റൊരു പ്രതീക്ഷയും നമുക്ക് ആഖിറത്തിലേക്കില്ല. എത്രയോ പാപങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുപോയി, എത്രയോ കൽപ്പനക്കെതിരുകൾ നമ്മൾ ചെയ്തുപോയി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നമ്മൾ എത്രയോ ലംഘിച്ചുപോയി. എല്ലാത്തിനും പരിഹാരം നാളെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് മാത്രമാണ്. ഏക് മേ ക്യാ മേരെ ഇസ്യാൻ കി ഹഖീഖത്ത് കിതനി മുജ്സെ സൗലാഖ് കോ കാഫി ഹേ ഇശാറാ തേരാ. പാപപങ്കിലമായ ജീവിതം നയിച്ച് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിലെത്തുമ്പോ ഹബീബായ തങ്ങളുടെ ഒരു ശഫാഅത്തല്ലാതെ മറ്റൊരു പ്രതീക്ഷയുമില്ലാതെ മഹ്ശറിലൂടെ നെട്ടോട്ടമോടുന്ന അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടവരല്ലോ പ്രിയപ്പെട്ട മുഅ്മിനേ നമ്മൾ. ആ ഹബീബായ തങ്ങളോടുള്ള അടുപ്പവും അവിടത്തോടുള്ള അദമ്യമായ മഹബ്ബത്തും സ്നേഹവുമല്ലാതെ നമ്മളുടെ ഇഹപര വിജയത്തിന് മറ്റൊരു പ്രതീക്ഷയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ തങ്ങളുടെ സ്നേഹം നേടി അവിടുത്തെ പൊരുത്തം നേടി അവിടുത്തെ ശഫാഅത്തിലായി നാളെ വിജയിക്കാനുള്ള തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പരിശുദ്ധമായ ഈ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ നാട്ടിൽ നിന്നും ഈ സ്ഥാപനത്തിൻ്റെ അഹ്ലുകാരിൽ നിന്നും ഇതിനോട് സജീവമായി സഹകരിക്കുന്നവരിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. ഇവിടുത്തെ CK ഹാജി, നമ്മുടെ അസീസ് ഹാജിയുടെ ജ്യേഷ്ഠൻ, അതുപോലെ കഴിഞ്ഞ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ നമ്മളെ തച്ചമ്പോയിൽ അബ്ദുറഹ്മാൻ കൈ, ഇങ്ങനെ പലരും ഈ നാട്ടിൽ മുത്തഅല്ലിമീങ്ങളുമായിട്ട് സഹവസിച്ച് ജീവിക്കുന്നവരും മടിച്ച് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അതുപോലെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട നമ്മളെ സമദുക്കൻ്റെ വാപ്പ അടുത്ത കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ഓർമ്മയിൽ വന്ന ചിലരെ പറഞ്ഞതാണ്. അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഉസ്താദുമാരെയും എല്ലാം അവൻ്റെ സുഖലോക ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.